Hello students, in the last class we have defined the composition of two functions. Now with an example we are going to see how can we evaluate the composition of two functions. Here given g from abc to itself, abc to abc, defined by g of a equal to b, g of b equal to c, g of c equal to a. 3 points ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പോയിന്റിന്റെ ഇമേജ് എഴുതി തന്നിരിക്കുന്നത്. ഇനി നമുക്ക് റൂൾസ് ആണ് തരിക. And the other function f from abc to 1 to 3 defined by f of a equal to 3, f of b equal to 2, f of c equal to 1. The question is to find the composition of f and g and the composition of g and f, whichever is possible. Definition അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. അതിൽ ഒരു ഫംഗ്ഷന്റെ കോഡൊമൈനും മറ്റൊന്നിന്റെ ഡൊമൈനും സെയിം ആയാലേ കോമ്പോസിഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതില്ലാത്ത കേസിൽ കോമ്പോസിഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് whichever is possible എന്ന് തന്നിരിക്കുന്നത്. First we have to find the composition of f and g. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് composition of f and g. Composition of f and g. Composition of f and g എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ നൊട്ടേഷനിൽ എഴുതുക g കോമ്പോസിഷൻ f. ഇതാണ് കോമ്പോസിഷൻ ഓഫ് എഫ്. ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ആദ്യ റോള് എഫിനാണ്. അപ്പൊ എഫ് ഓഫ് ഒരു പോയിന്റ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ അതിന്റെ g ഓഫ് പറയുക. കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി എന്ന് പറയുമ്പോൾ അതിന് g ഇതല്ലായിരുന്നു നിങ്ങളുടെ ഡെഫിനിഷനിൽ ആദ്യം ചെയ്തത്. കോമ്പോസിഷൻ ഓഫ് g ആൻഡ് എഫ് which can be written as f composition g. f composition g എന്ന് എഴുതാൻ വേണ്ടിയാണ് ആദ്യം f composition g. ആദ്യം ഈ സിമ്പിളിൽ എഴുതാൻ വേണ്ടിയാണ് ആദ്യം നിങ്ങൾ കോമ്പോസിഷൻ ഓഫ് ജി ആൻഡ് എഫ് ഡെഫിനേഷനിൽ പഠിച്ചത്. അതിനുശേഷം കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി പറഞ്ഞിരുന്നു. ഇതിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായി കാണും. കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി എന്ന് പറഞ്ഞാൽ ജി കോമ്പോസിഷൻ എഫ് എഴുതണം. അപ്പൊ ആദ്യം എഫ് വാല്യൂ നമുക്ക് പറയാൻ പറ്റണം. അപ്പൊ അത് എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതി വെക്കേണ്ടത് composition of f and g or g composition f എഴുതുമ്പോൾ f from a to b and write the domain of g. g from ഇത് ഇങ്ങനെ ആകാവും, g from b to c. ഇത് സെയിം ആണെങ്കിൽ മാത്രമേ ഉള്ളൂ composition of f and g. അല്ലെങ്കിൽ g composition f എഴുതുമ്പോൾ f നെ ആദ്യം എഴുതണം, ഡൊമൈനും കോഡൊമൈനും എഴുതുക, g രണ്ടാമത് എഴുതുക, ഡൊമൈനും കോഡൊമൈനും എഴുതുക. അപ്പോൾ f ന്റെ g composition f എഴുതുമ്പോൾ അതിൽ ആദ്യം വർക്ക് ചെയ്യേണ്ട ഫംഗ്ഷൻ രണ്ടാമത് എഴുതിയിരിക്കുന്നതാണ് എഫ് ആണ്. ആ ഫംഗ്ഷന്റെ കോഡൊമൈനും രണ്ടാമത് വർക്ക് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷന്റെ ഡൊമൈനും സെയിം ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് സോ then g composition this is satisfied, then g composition f will be a function from the domain of f to f ആദ്യം അപ്ലൈ ചെയ്ത് and to the codomain of g. Then it will be a function from a to c. g composition f apply ചെയ്യുന്നത് എങ്ങനെയാ? g composition f function is defined by this rule. g composition f of a equal to g of ഇതല്ല നമ്മൾ ആദ്യം ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കാം. f of a ആദ്യം a എന്ന് പറയുന്ന പോയിന്റ് g composition f എയിൽ നിന്ന് a എന്ന് പറയുന്ന പോയിന്റ് എടുക്കും. f of a കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടുന്ന് a എടുത്തു, അത് എഫ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യാലോ. ഇവിടെ എഫ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഓഫ് എ എവിടെ കിടക്കും? ബി കിടക്കും. ആ ബി ജിയുടെ ഡൊമൈൻ ആണ്. അതുകൊണ്ട് ജി വെച്ച് ഇമേജ് ഡിഫൈൻ ചെയ്യാം, ജി ഓഫ് എഫ് ഓഫ് എ. അപ്പൊ ആദ്യം ചെയ്തത് എഫ് ഓഫ് എ ആണ്. അതുകൊണ്ടാണ് കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യം എഫ് ഓഫ് എ എവാലുവേറ്റ് ചെയ്ത് ഓഫ് എഫ് ആൻഡ് ജി. ബട്ട് ഇൻ ദിസ് ഓർഡർ ഇറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എ എന്നാണ് ഇവിടെ വന്നത്. ജി കോമ്പോസിഷൻ എഫ് എന്നാണ് ഫംഗ്ഷനെ എഴുതുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യം സാറ്റിസ്ഫൈഡ് ആണോ എന്ന്. ജി കോമ്പോസിഷൻ എഫ് എന്ന് എഴുതുമ്പോൾ എഫിന്റെ കോഡൊമൈനും ഈ നൊട്ടേഷനിൽ എഴുതുമ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷന്റെ കോഡൊമൈനും ഈ നൊട്ടേഷനിൽ എഴുതുമ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ. കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ ആണ് എഫ്. എഫിന്റെ കോഡൊമൈൻ ജി കോമ്പോസിഷൻ എഫ് എഴുതുമ്പോൾ എഫിന്റെ കോഡൊമൈനും ജിയുടെ ഡൊമൈനും സെയിം ആണെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റൂ. ഹിയർ വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദ കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി. of composition of f and g. ഈ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് നോക്കുക. composition of f and g. composition of f and g.
ദാറ്റ് ഈസ് ജി കോമ്പോസിഷൻ എഫ്. ഇതാണ് നമുക്ക് എഴുതേണ്ടത്, ജി കോമ്പോസിഷൻ എഫ് ഓഫ് എഫ് ആൻഡ് ജി. ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദ domain and codomain of f of f is from abc to 1 to 3. from abc യിൽ നിന്ന് 1 to 3 ലേക്കുള്ള ഫംഗ്ഷൻ ആണ് f എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡെഫിനിഷനിലെ നൊട്ടേഷൻ അനുസരിച്ച് f from a to b, a equal to abc, b equal to 1 to 3 and g is given from, ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആദ്യം g ആണ് ആ ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്, നമ്മൾ തെറ്റിപ്പോയേക്കരുത്. then g is from abc to abc, g is from abc to abc. ഇപ്പോൾ നമുക്ക് കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എഴുതുന്ന സിമ്പിൾ ആ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യും എന്നാണ് അറിയേണ്ടത്. അതറിയേണ്ടതെങ്കിൽ ആദ്യം എഴുതി വെക്കേണ്ടത് എഫ് ആണ്, ജി കോമ്പോസിഷൻ എഫ്. അതിൽ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്ന എഫ് ആണ്, ആദ്യം എഫ് എഴുതി വെക്കുക. ഓഫ് എഫ് ആൻഡ് ജി എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമുക്കറിയാം എഫ് ആണ്. ഇവിടെയാണെങ്കിൽ രണ്ടാമത്തെ നോക്കും, ഈ സിമ്പിളിലാണെങ്കിൽ രണ്ടാമത്തെ നോക്കും, അത് ആദ്യം എഴുതി വെക്കുക. ജി ഫ്രം ബി ടു സി എന്നാ വരട്ടെ, ജി ഫ്രം ബി ടു സി. അപ്പൊ ഇത് ബി അല്ല, 1 to 3 abc. the codomain of f not equal to domain of g. So the function g composition f cannot be defined. Composition of f and g cannot be defined. ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്ത കോമ്പോസിഷൻ നോക്കുവാണെങ്കിൽ ഈ ഫംഗ്ഷൻ വെച്ച് നമുക്ക് രണ്ട് കോമ്പോസിഷൻ ചെയ്യാം. അവിടെ നമ്മുടെ റൂൾ എന്താ, കോമ്പോസിഷൻ ഓഫ് ജി ആൻഡ് എഫ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഡെഫിനിഷൻ ക്ലിയർ ആയില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. കോമ്പോസിഷൻ ഓഫ് ജി ആൻഡ് എഫ് എന്ന് വേർഡ്സിൽ പറയുമ്പോൾ അതിന് നമ്മൾ എഴുതുന്ന സിമ്പിൾ എന്താ, എഫ് കോമ്പോസിഷൻ ജി എന്നാണ്. ഇത് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ജി എഴുതണം, ജി ഫ്രം എ ടു ബി, സിമ്പിൾ വെറുതെ എഴുതുന്നുള്ളൂ. ആൻഡ് എഫ് ഫ്രം ബി ടു സി എന്ന് വന്നാലേ ഉള്ളൂ. ഈ സിമ്പിൾസിനല്ല അർത്ഥം. ജിക്ക് ഒരു ഡൊമൈൻ ഉണ്ട്, ജിക്ക് ഒരു കോഡൊമൈൻ ഉണ്ട്. ജിയുടെ കോഡൊമൈനും എഫിനൊരു ഡൊമൈൻ ഉണ്ട്, എഫിനൊരു കോഡൊമൈൻ ഉണ്ട്. ജിയുടെ കോഡൊമൈൻ തന്നെ എഫിന്റെ ഡൊമൈൻ ആകുകയാണെങ്കിലേ നമുക്ക് എഫ് കോമ്പോസിഷൻ ജി എഴുതത്തുള്ളൂ. എഫ് കോമ്പോസിഷൻ, അതിന്റെ കാരണം എന്താണ്, എഫ് കോമ്പോസിഷൻ ജിയുടെ റൂൾ ഇങ്ങനെയാണ്. എഫ് കോമ്പോസിഷൻ ജി വിൽ ബി എ ഫംഗ്ഷൻ ഫ്രം, നമുക്ക് ഇങ്ങോട്ടായിരിക്കും, എയിൽ നിന്ന് സിയിലേക്കായിരിക്കും. ഇപ്പൊ എയിൽ ഒരു പോയിന്റിനാണ് നമുക്ക് പറയേണ്ടത്. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എ ഈക്വൽ ടു f of g of a. ആദ്യം നമുക്ക് എഴുതേണ്ടത് g of a ആണ്. g of a ബിയിൽ കിടക്കും. ബിയിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ f വെച്ച് ഇമേജ് പറയാം. അപ്പൊ g of a യുടെ f വെച്ചുള്ള ഇമേജ് f of g of a എന്ന് പറയാം. ദിസ് ഈസ് ദ റൂൾ. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മളുടെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കോമ്പോസിഷൻ ഓഫ് g ആൻഡ് f. കോമ്പോസിഷൻ ഓഫ് g ആൻഡ് f എന്ന വേർഡ്സിൽ എഴുതുന്നത് സിമ്പിൾസിലാവുമ്പോൾ എങ്ങനെ എഴുതും, എഫ് കോമ്പോസിഷൻ ജി എന്ന് എഴുതും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, അതിനാദ്യം ഓഫ് ജി ആണ് ആദ്യം. അപ്പൊ അല്ലെങ്കിൽ ഇത് നോക്കുമ്പോൾ ഇവിടുത്തെ രണ്ടാമത്, ഇത് ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത് ജി ആണ്. അപ്പൊ ജി അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഇമേജ് പറ്റുമെന്ന് നോക്കുന്നത്, അതാണ് ഇതിന് കാരണം. അത്രേ ഉള്ളൂ. ഈ സിമ്പിൾസിലല്ല, ജിയിൽ നിന്ന് പിന്നെ ജിയുടെ ഇമേജ് കിട്ടുമ്പോൾ എഫ് വെച്ച് ഇമേജ് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ജി ആണ് ആദ്യം ചെയ്യുന്നത്, ജി വെച്ചുള്ള ഇമേജ് ആണ് ആദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ജി ആദ്യം നോക്കുകയാണ്. ഇവിടെ ജി തന്നിരിക്കുന്നത്, ഇവിടെ ശരിക്കും എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഇല്ലായിരുന്നല്ലോ. അപ്പോ എഫ് കോമ്പോസിഷൻ ജിയെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ജി ആദ്യമായി ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ജി ഫ്രം, ആദ്യത്തെ എഴുതുമ്പോൾ തെറ്റരുത്, ജി ഫ്രം അങ്ങനെയൊന്നും തെറ്റത്തില്ല. നമുക്ക് സിമ്പിൾ നോക്കി ആദ്യം എഴുതേണ്ടത് ഏതാണ് എന്ന് പറയാം. ജി is from ABC to itself, ABC to ABC, and F is from ABC to 1 to 3, ABC to set 1 to 3. അപ്പൊ നോക്കേണ്ടത് എന്താ, ജിയുടെ കോഡൊമൈൻ ABC ആണ്. അല്ലെങ്കിൽ ജി ഫ്രം എ ടു ബി, എഫ് ഫ്രം ബി ടു സി എന്ന് എഴുതാൻ പറ്റും. ഇവിടെ വേറെ ആവുന്ന, അവസാനത്ത് വേറെ ആവുന്നതൊന്നും കുഴപ്പമില്ല. ഇത് രണ്ടും സെയിം ആണ്, ഈക്വൽ ആണ്. നമ്മുടെ ആൻസർ കണ്ടിന്യൂ ചെയ്യുവാണ്. എന്താ കണ്ടിന്യൂ ചെയ്യേണ്ടത്, കോഡൊമൈൻ ഓഫ്, ഇവിടെ വേണ്ടത് ജി ഈക്വൽ ടു ഡൊമൈൻ ഓഫ് എഫ്. സോ ഏതാ ഇപ്പോഴത്തെ ഫംഗ്ഷൻ, കോമ്പോസിഷൻ ഓഫ് ജി ആൻഡ് എഫ് കോമ്പോസിഷൻ ജി ഈസ് എ ഫംഗ്ഷൻ ഫ്രം സെറ്റ് ABC to A to C. ആദ്യത്തെ ജിയുടെ ഡൊമൈനും എഫിന്റെ കോഡൊമൈനും ABC to
1 2 3 ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണ് കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി. ഇനി ഇതിന്റെ ആവശ്യം കഴിഞ്ഞു എന്തോന്നു നമുക്ക് അത് റൈസ് ചെയ്തിട്ട് ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. ഇനി എഫ് കോമ്പോസിഷൻ ജി ആണ് നമുക്ക് ആവശ്യമുള്ളത്. കോഡൊമൈൻ ഓഫ് ജി ഈക്വൽ ടു ഡൊമൈൻ ഓഫ് എഫ് എന്ന കാരണം കൊണ്ടാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. എഫ് കോമ്പോസിഷൻ ജി വിൽ ബി എ റൂൾ ഫ്രം the first set ABC to the set 1 2 3 1 2 3 ലേക്കുള്ള റൂൾ ആയിരിക്കും. ഇനി ABCയിൽ നിന്നുള്ള റൂളാണ്. അതുകൊണ്ട് എഫ് കോമ്പോസിഷൻ ജി ആദ്യം നമ്മൾ എയിൽ കണ്ടുപിടിക്കും. ഇതിന്റെ ഡൊമൈന് 3 പോയിന്റേ ഉള്ളൂ. ആ 3 പോയിന്റിൽ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. എഫ് കോമ്പോസിഷൻ ജി ബി ഈ 3 പോയിന്റ്സിൽ മാത്രമേ ഫംഗ്ഷനെ പറയുന്നത് കൊടുക്കാൻ നമുക്ക് ബാധ്യതയുള്ളൂ. എഫ് കോമ്പോസിഷൻ ജി എയിലും ബിയിലും സിയിലും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിഞ്ഞാൽ മതി. എയിൽ എങ്ങനെ വർക്ക് ചെയ്യും? എഫ് ഓഫ് ജി ഓഫ് എ എന്ന് വർക്ക് ചെയ്യും. ജി ഓഫ് എ എത്രയാ? ജി ഓഫ് എ ഈക്വൽ ടു ബി, ദാറ്റ് ഇസ് എഫ് ഓഫ് ബി എന്ന് നമുക്ക് എഴുതാം. എഫ് ഓഫ് ബി ഇവിടെ റൂൾസ് ഉണ്ട്. എഫ് ഓഫ് ബി ഈക്വൽ ടു 2 എന്ന് റൂൾ ഉണ്ട്. ഈക്വൽ ടു 2 എന്ന് നമുക്ക് എഴുതാം. ഇനി എഫ് കോമ്പോസിഷൻ ജി ഓഫ് ബി എന്ന് പറയുന്നത് എന്നാ? എഫ് ഓഫ് ജി ഓഫ് ബി. ജി ഓഫ് ബി എന്നാന്ന് റൂളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് ബി എത്രയായിരുന്നു? ജി ഓഫ് ബി ഈക്വൽ ടു സി. എഫ് ഓഫ് സി എന്നാന്ന് എഫിന്റെ റൂളിൽ തന്നിട്ടുണ്ട്. എഫ് ഓഫ് സി എന്നാന്ന് തന്നിട്ടുണ്ട്. എഫ് ഓഫ് സി ഈക്വൽ ടു 1. ആൻഡ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് സി. ജി ഓഫ് സി എന്താണെന്ന് ജിയുടെ റൂളിൽ തന്നിട്ടുണ്ട്. ജി ഓഫ് സി ഈക്വൽ ടു എ. അപ്പോൾ എഫ് ഓഫ് എ ആയിരിക്കും. എഫ് ഓഫ് എ എന്താ? എഫ് ഓഫ് എ ഈക്വൽ ടു 3. ഇതാണ് എഫ് ഓഫ് എ ഈക്വൽ ടു 3. ദിസ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ബി സി ടു 1 2 3. അപ്പോൾ എ ബി സിയിൽ എ ബി സി എന്ന് പറയുന്ന 3 പോയിന്റ്സിൽ ഫംഗ്ഷന്റെ വാല്യൂ തന്നാൽ മതി. ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയി കഴിഞ്ഞു. Composition G is a function from ABC to 1 2 3 defined by f composition G of A equal to 2, f composition G of B equal to 1, composition G of C equal to 3. That defines f composition G. And the other function G composition F cannot be defined. I think now you can understand the composition. Next we have given the functions by the rules. F and G are functions from Z to Z. F of x equal to 2x plus 3. G of x equal to 3x plus 2. What is the composition of F and G? Also find the composition of G and F. Composition of F and G. Words will പറയുമ്പോൾ composition of F and G എന്ന് പറയുന്നത് G composition F എന്ന് എഴുതുന്ന ഫംഗ്ഷൻ ആണ്. G composition F. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എഫ് ഇസ് ഫ്രം ഇസഡ്. ജി കോമ്പോസിഷൻ എഫ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ അതിലെ രണ്ടാമത്താണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത്. ജി കോമ്പോസിഷൻ എഫ് എഴുതുമ്പോൾ രണ്ടാമത്തെ. എഫ് ഫ്രം ഇസഡ് ടു ഇസഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ജി ഇസ് ഓൾസോ ഫ്രം ഇസഡ് ടു ഇസഡ്. അപ്പൊ ആ പ്രശ്നം ഇല്ല, എല്ലാം സെയിം സെറ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും സെയിം ആണ്, ഈ പ്രശ്നം ഇല്ല. ജി കോമ്പോസിഷൻ എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം അറ്റത്ത് വരണം ഇസഡ് ടു ഇസഡ് എന്ന് നമുക്ക് അറിയാം. ആൻഡ് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ബൈ ജി കോമ്പോസിഷൻ എഫ് ഓഫ് ഇവിടെ എക്സ് എന്നാണ് ആർഗ്യുമെന്റ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇസഡ് എന്നല്ല. നമുക്ക് എക്സ് എന്നാണ് എഴുതാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാം. ജി ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എത്രയാ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 3. ഞാൻ എഴുതിയത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 2x plus 3. ജി ഓഫ് 2x plus 3 നമുക്ക് എഴുതാം. ജി ഓഫ് 2x plus 3. ജി എങ്ങനെയാ? ജി ഓഫ് എക്സ് ആണെങ്കിൽ 3x plus 2. ജി ഓഫ് 2 കൊടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കാം? 3 into 2. എക്സിന് പകരം 2 plus 2 എന്നാ കൊടുക്കുക. അപ്പോൾ ജി ഓഫ് 2x plus 3 കണ്ടുപിടിക്കുന്ന എന്നാ ചെയ്യണം? 3 into ആർഗ്യുമെന്റ് എന്താണോ അത് 2x plus 3. 3 into 2 എഴുതിയ പോലെ ആ പൊസിഷനിൽ ഇപ്പോൾ 2x plus 3 plus 2 എന്ന് നമുക്ക് എഴുതാം. That is 6x plus 9 plus 2. That is 6x plus 11 എന്ന് എഴുതാം. Similarly, composition of G and F. G and F എന്ന വേർഡ്സ് എഴുതുന്നത് അത് F composition G ആണ്. F composition G of X equal to F composition G എഴുതണമെങ്കിൽ ആദ്യം G എഴുതി വെക്കുക. G from Z to Z. പിന്നെ F എഴുതി വെക്കുക. F from Z to Z. എല്ലാ Z ആയതുകൊണ്ട് പ്രശ്നമില്ല. ആദ്യത്തിന്റെ കോളമേനും രണ്ടാമത്തിന്റെ ഡൊമൈനും സെയിം ആണ് G. F composition G will be a function from F composition G will be a function from Z to Z. F composition G of X equal to F of G of X എന്ന് നമുക്ക് പറയാം. F of G of X ന്റെ വാല്യൂ എന്താ? 3x plus 2 ആണ്. ഇനി F of 3x plus 2 എങ്ങനെ അപ്ലൈ ചെയ്യും? 2 into that number 3x plus 2. 3x plus 2 ന്റെ ഇമേജ് പറയണ്ടേ? Plus 3 സിംപ്ലിഫൈ ചെയ്യാം.
ആൻസർ 6x plus 4 plus 3 6x plus 7 എന്ന് നമ്മൾ